ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്ന നെറ്റ്വർക്ക് തിയറി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എയിലെ 6th ക്വസ്റ്റ്യൻ. ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് നിങ്ങളെ നോക്കി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗീവ് ദ 2 ഫോംസ് ഓഫ് ട്രാൻസ്ഫോംഡ് ഇംപിഡൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് എ കപ്പാസിറ്റർ വിത്ത് ഇനീഷ്യൽ ചാർജ് അക്രോസ് ഇറ്റ്. അപ്പം 2 ഫോംസ് ഓഫ് ട്രാൻസ്ഫോംഡ് ഇംപിഡൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ട്രാൻസ്ഫോംഡ് ഇംപിഡൻസ് ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട്, ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് എ കപ്പാസിറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് 3 ബേസിക് എലമെൻറ്റ്സ് ആണുള്ളത്: കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റൻസ്. അപ്പോൾ അത് 3ൻ്റെയും ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തു തരാം. 3ൻ്റെയും ട്രാൻസ്ഫോംഡ് ഇംപിഡൻസ് സർക്യൂട്ട് അത് ഞാൻ ലെക്ചർ വീഡിയോസിനകത്ത് ഇട്ടിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ബേസിക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒരു ടൈം ഡൊമൈനിൽ കാണിക്കുമ്പോൾ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റഗ്രൽ 0 to t i of t dt പ്ലസ് v of 0. v of 0 എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ വോൾട്ടേജ് അല്ലേ, ഒരു കോൺസ്റ്റൻറ്റ്, ഇൻറ്റഗ്രേഷൻ പ്ലസ് കോൺസ്റ്റൻറ്റ്. ഇവിടുത്തെ കപ്പാസിറ്ററിനോട് അക്രോസ് എപ്പോഴും ഒരു ഇനീഷ്യൽ വോൾട്ടേജ് ആയിരിക്കും പ്ലസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ഇത് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? വി ഓഫ് ടിയുടെ ലാപ്ലാസ് വി ഓഫ് എസ്, 1/c കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റഗ്രൽ ഐ ഓഫ് ടിയുടെ ലാപ്ലാസ് എന്താണ്? അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടിയുടെ ലാപ്ലാസ് എന്താണ്? എഫ് ഓഫ് എസ് ബൈ എസ് അല്ലേ. ലിമിറ്റ് ഉണ്ട് 0 to t. അപ്പോൾ ഇവിടെ ഐ ഓഫ് ടി ഡി ടിയുടെ എന്ത് വരും? ഐ ഓഫ് എസ് ബൈ എസ്. ഓക്കെ ആണല്ലോ. പ്ലസ് വി ഓഫ് 0 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ വി ഓഫ് 0/s. അപ്പോൾ നമുക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 ടേം കിട്ടി. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1/sc ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് വി ഓഫ് 0/s. അപ്പം വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? 2 വോൾട്ടേജുകളുടെ സമ്മായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസും, ദെൻ ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ഇമ്പിഡൻസ്, ട്രാൻസ്ഫോംഡ് ഇമ്പിഡൻസ് സർക്യൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഫോംസ് വരയ്ക്കണം. അതിൽ ഫസ്റ്റ് ഫോമാണിത്, വോൾട്ടേജ് ഇക്വേഷനിൽ നിന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് എന്ന ഫിഗർ വരയ്ക്കാം. ഒരു കപ്പാസിറ്ററിൻ്റെ ട്രാൻസ്ഫോം ഇമ്പിഡൻസ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് വരയ്ക്കുന്നത്? 1/sc. അതെങ്ങനെയാണ് കിട്ടുന്നത്? 1/sc ഇത് ഇവിടെ ഉണ്ട്. ഇമ്പിഡൻസ് ഇൻറ്റു കറണ്ട്. അപ്പോൾ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? ഐ ഓഫ് എസ്. അപ്പോൾ ഐ ഓഫ് എസ് ഇൻറ്റു 1/s. പിന്നെ ഇത് വോൾട്ടേജ് ആയതുകൊണ്ട് ഈ ഒരു ടേമും ഒരു വോൾട്ടേജ് ആണ്. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് വി ഓഫ് 0/s. ഇത് പ്ലസ് മൈനസ്, പ്ലസ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടാണ് പ്ലസ് മൈനസ് എന്ന് കൊടുത്തത്. ഇവിടെ കിട്ടുന്നത് നമ്മുടെ വി ഓഫ് എസ്. ഇതാണ് ട്രാൻസ്ഫോംഡ് ഇംപിഡൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് എ കപ്പാസിറ്റർ, ഫോം 1. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതാം. ഒരു കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരും. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒരു കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? ഐ ഓഫ് ടി ഈക്വൽ ടു സി ഡി വി ബൈ ഡി ടി. ഐ ഓഫ് ടി ഈക്വൽ ടു സി ഡി വി ബൈ ഡി ടി ആണല്ലേ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ലാപ്ലാസ് എടുക്കുമ്പോൾ എന്ത് വരും? ഐ ഓഫ് ടിയുടെ ലാപ്ലാസ് ഐ ഓഫ് എസ് ഈക്വൽ ടു സി കോൺസ്റ്റൻ്റ് ആണ്. ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടി, എസ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? വി ആണ്. അപ്പോൾ എന്ത് വരും? എസ് വി ഓഫ് എസ് മൈനസ് വി ഓഫ് 0. എസ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0, ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷനും കാര്യങ്ങളും അതിൻ്റെ പ്രോബ്ലംസും ഒക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് ഇട്ടേക്കാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഓഫ് എസ് ഈക്വൽ ടു സി എസ് ഇൻറ്റു വി ഓഫ് എസ് മൈനസ് സി വി ഓഫ് 0. നോക്കിക്കേ, ഇവിടെ കറണ്ടാണ്. കറണ്ട് ആകുമ്പോഴത്തേക്കും 2 കറണ്ട് ടേംസ് ചേരുന്നതാണ് ഈ ടോട്ടൽ കറണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫിഗർ എങ്ങനെ വരയ്ക്കാം?
അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ടാണ് കാണിക്കുന്നത്. കറണ്ട് ഐ ഓഫ് എസ് രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. കപ്പാസിറ്ററിൽ കൂടെ ഒരു കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു കറണ്ട് സോഴ്സ്, അതിൻ്റെ വാല്യൂ കറണ്ട് സോഴ്സാണ്. ഇവിടെ കറണ്ട് ആയതുകൊണ്ട് ഈ രണ്ട് ടേമും കറണ്ട് ആയിരിക്കും. അപ്പോൾ കറണ്ട് സോഴ്സിൻ്റെ ആരോ ഞാൻ ഇങ്ങനെ കൊടുത്തു ഇൻറ്റു അതിൻ്റെ വാല്യൂ സി വി ഓഫ് 0. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ കിടക്കുന്നത് കണ്ടോ, വി ഓഫ് എസ് ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു ഒരു ടേമാണ് കിടക്കുന്നത്. കറണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ടേം കറണ്ടാണെന്ന് നമുക്കറിയാം അല്ലേ, വോൾട്ടേജ് ഇൻറ്റു ഇമ്പിഡൻസ്. അപ്പം ഇവിടെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ ഇമ്പിഡൻസ് എന്താണ്, 1/SC. അപ്പോൾ ആ ഫോമിൽ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം, V/1/SC എന്ന് എഴുതുന്നതും V ഇൻറ്റു SC എന്ന് എഴുതുന്നതും സെയിം തന്നെ അല്ലേ. അപ്പം V ഓഫ് എസ് ഇൻറ്റു SC നമുക്കിങ്ങനെ എഴുതാം, V ഓഫ് എസ് ഇൻറ്റു 1/SC. അപ്പം 1/SC. അപ്പോൾ ഇമ്പിഡൻസ് ഓഫ് ദി കപ്പാസിറ്റർ 1/SC. അപ്പം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് ആണ് എന്ത്, V ഓഫ് എസ്. അപ്പോൾ ഈ ബ്രാഞ്ചിലൊരു കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവും അല്ലേ. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഈ ആരോ അപ്പ് വന്നു. ആക്ച്വലി ഇങ്ങനെ ആയിരുന്നു വരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയപ്പോൾ മൈനസ് ആണ്, അതുകൊണ്ട് അപ്പ് ആരോ ഇട്ടു. അല്ലെങ്കിൽ ഡൗൺ ആരോ ഇട്ടിട്ട് -C ഓഫ് V0 എന്ന് എഴുതിയാലും മതി. അപ്പോൾ രണ്ട് കറണ്ട്, ഈ കറണ്ട് ഐ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ടും ഈ കറണ്ടുമായിട്ട് സ്പ്ലിറ്റ് ആവുക. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോം ഇമ്പിഡൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് എ കപ്പാസിറ്ററിൻ്റെ അതർ ഫോം. അതർ ഫോം എഴുതാൻ കറണ്ട് ഇക്വേഷനും വോൾട്ടേജ് ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ V ഓഫ് എസ് ഇൻറ്റു 1/SC. അപ്പോൾ അതാണ് ഇവിടുത്തെ കറണ്ട്. നിങ്ങൾ V ഓഫ് എസ് ബൈ 1/SC ചെയ്യുമ്പോൾ V ഓഫ് എസ് ഇൻറ്റു SC, അതാണ് ഈ കറണ്ട്, ഈ ബ്രാഞ്ചിലെ കറണ്ട്. ഈ ബ്രാഞ്ചിലെ കറണ്ട് CV ഓഫ് 0. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ രണ്ട് ഫോംസും എന്താണ്, കപ്പാസിറ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട്. ഇവിടെ ഇനിഷ്യൽ ചാർജ് അക്രോസ് ഇട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും എല്ലാ ഇനിഷ്യൽ ചാർജ് കൺസിഡർ ചെയ്തിട്ട് തന്നെ വരയ്ക്കണം. ക്ലിയർ ആണല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് ഇൻഡക്ടറിനും വരയ്ക്കാം. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്യൂമറേറ്റ് നെസസറി കണ്ടീഷൻ ഫോർ എ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ടു ബി ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമ്മൾ പ്രീവിയസ് ഇയർ 2015 സ്കീം ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്യൂമറേറ്റ് നെസസറി കണ്ടീഷൻ ഫോർ എ നെറ്റ്വർക്ക് ഫംഗ്ഷൻ ടു ബി ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ പഠിക്കണം, ട്രാൻസ്ഫർ ഫംഗ്ഷനും നെക്സ്റ്റ് പഠിക്കേണ്ടത് ഡ്രൈവിംഗ് പോയിൻറ്റ് ഫംഗ്ഷനുമാണ്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും നെസസറി കണ്ടീഷൻസ് ഉണ്ട്. അപ്പം നമുക്കറിയാം, നമ്മൾ 4th മൊഡ്യൂളിൽ വരുന്നതാണ്. നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷനെ, അപ്പം നമുക്ക് ഒരു നെറ്റ്വർക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററായിട്ട് കിട്ടും. സേ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഫ് ഓഫ് എസ് ഈക്വൽ ടു ന്യൂമറേറ്റർ എൻ ഓഫ് എസ് ബൈ ഡി ഓഫ് എസ്, ഡിനോമിനേറ്റർ ബൈ ന്യൂമറേറ്റർ. അതായത് നമുക്കൊരു നെറ്റ്വർക്കൊക്കെ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്, Z11 ഓഫ് എസ് അല്ലെങ്കിൽ G21 ഓഫ് എസ് എന്നൊക്കെ പറയുന്നത്. ഇത് ഇമ്പിഡൻസ് ഡ്രൈവിംഗ് പോയിൻറ്റ് ഫംഗ്ഷൻ, ഇതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ S² + 1/S³ + 2S + 1 എന്നൊക്കെയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ S² + 3S + 1/S + 1 S + 2S² + 1 ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും എപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നത്, ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പോയിൻറ്റ് ഫംഗ്ഷൻസ് സോൾവ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും എന്താണ്, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ എന്തായിരിക്കണം, അതിൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം. അതുപോലെ ഡ്രൈവിംഗ് പോയിൻറ്റ് ഫംഗ്ഷൻസ് ആയിരിക്കുമ്പോൾ അതിൻ്റെ ന്യൂമറേറ്റർ എന്തായിരിക്കണം, ഡിനോമിനേറ്റർ എന്തായിരിക്കണം. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിങ്ങനെ ചോദിക്കാം, പ്രോപ്പർട്ടീസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നെസസറി കണ്ടീഷൻ ഓഫ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഓൺ പോൾ ആൻഡ് സീറോ ഓൺ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഓഫ് പോൾ ആൻഡ് സീറോ ഓൺ ഡ്രൈവിംഗ് പോയിൻറ്റ് ഫംഗ്ഷൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ഇക്വേഷൻ മനസ്സിൽ ഓർക്കുക. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിലും ഡ്രൈവിംഗ് പോയിൻറ്റ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോം ആയിരിക്കും.
ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കണ്ടീഷൻസ് ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. ഇപ്പം തന്നെ അങ്ങ് ബൈ ഹാർട്ട് ചെയ്യുക. ദ കോഎഫിഷ്യൻസ് ഇൻ ദി പോളിനോമിയൽ n of s and d of s must be real and those for d of s must be positive. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തായിരിക്കണം? റിയൽ ആയിരിക്കണം. ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് കോഎഫിഷ്യൻസും ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ കോഎഫിഷ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റിയൽ ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ആയിരിക്കണം. അതുപോലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഈ ഡിനോമിനേറ്ററിൽ എപ്പോഴും പോസിറ്റീവ് കോഎഫിഷ്യൻസും ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പഠിച്ചല്ലോ. the coefficients in the polynomials n of s and d of s, അതായത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മസ്റ്റ് ബി റിയൽ ആൻഡ് ദോസ് ഫോർ d of s മസ്റ്റ് ബി പോസിറ്റീവ്. ഡിനോമിനേറ്ററിൽ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ the poles and zeros if complex or imaginary must occur in conjugate pair. അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം അല്ലേ? ഇപ്പം നമുക്കറിയാം ഈ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കാണും ഏതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏതൊരു ഡ്രൈവിംഗ് പോയിൻറ്റ് ഫംഗ്ഷൻ എടുത്താലും. അപ്പോൾ ഈ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സീറോസ്, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പോൾസ്. അപ്പോൾ ഈ സീറോസും പോൾസും നമുക്ക് കോംപ്ലക്സ് വാല്യൂസാണ് കിട്ടിയെങ്കിൽ എനിക്ക് ന്യൂമറേറ്റർ സോൾവ് ചെയ്തപ്പം എസിൻ്റെ വാല്യൂ ഒരു 2 + 3j എന്ന് കിട്ടി. എന്നാൽ എനിക്ക് എന്തും ഉണ്ടാവും? 2 - 3j എന്നുള്ളൊരു സീറോയും ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ഡിനോമിനേറ്റർ സോൾവ് ചെയ്തപ്പം എനിക്ക് 1 + j എന്നൊരു പോളാണ് കിട്ടിയത്. എങ്കിലും ഒബ്വിയസ് ആയിട്ട് എന്തുണ്ടാവും? 1 - j എന്നുള്ള ഒരു പോളും ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. സീറോസും പോൾസും കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ അത് കോൺജുഗേറ്റ് പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതാണ് സെക്കൻഡ് കണ്ടീഷൻ ഫോർ എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. മൂന്നാമത്തെ എന്താണ്? ദ റിയൽ പാർട്ട് ഓഫ് പോൾസ് മസ്റ്റ് ബി നെഗറ്റീവ് ഓർ 0. ഇഫ് ദ റിയൽ പാർട്ട് ഈസ് 0 ദെൻ ദാറ്റ് പോൾ മസ്റ്റ് ബി സിമ്പിൾ. അപ്പോൾ എന്താണ്? നമ്മളൊരു പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇതൊരു പോളാണ് -1 + 2j അല്ലെങ്കിൽ -1 - 2j. ഇങ്ങനെ ആയിരിക്കും പോൾസ് കിട്ടിയാലും കോൺജുഗേറ്റ് പെയർസ് ആയിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ റിയൽ ടേം എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? മൈനസാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ റിയൽ പാർട്ട് ഓഫ് പോൾസ് മസ്റ്റ് ബി, റിയൽ പാർട്ട് എന്തായിരിക്കണം? നെഗറ്റീവോ അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഒരിക്കലും പോസിറ്റീവ് വരാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് -1 -2 -3 അങ്ങനെ മൈനസ് വാല്യൂസോ സീറോസോ വരാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി റിയൽ പാർട്ട് 0 ആയിട്ടുള്ള, ഇപ്പോൾ എനിക്ക് 2jയും -2j എന്നും പോൾസ് കിട്ടി. 2jയും -2j റിയൽ പാർട്ട് 0 ആണ് അല്ലേ? അപ്പോൾ റിയൽ പാർട്ട് 0 ആയിട്ടുള്ള പോളിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ പോൾ. ഇപ്പോൾ റിയൽ പാർട്ട് 0 ആയിട്ടുള്ള പോളിന് വിളിക്കുന്ന പേരാണ് സിമ്പിൾ പോൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ പോൾസിനൊരു കണ്ടീഷനുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പോൾസിനാണ് കണ്ടീഷൻ. പോൾസിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉള്ള പോളാണെന്നുണ്ടെങ്കിൽ റിയൽ പാർട്ടിൽ നെഗറ്റീവോ 0യോ വരാം. 0 വരുവാണെന്നുണ്ടെങ്കിൽ ആ പോളിന് വിളിക്കുന്ന പേരാണ് എന്ത്? സിമ്പിൾ പോൾ. അതുപോലെ നാലാമത്തെ കണ്ടീഷനാണ് ദ പോളിനോമിയൽ d of s, അതായത് ഡിനോമിനേറ്റർ പോളിനോമിയൽ d of s മേ നോട്ട് ഹാവ് എനി മിസ്സിംഗ് ടേംസ് ബിറ്റ്വീൻ ദാറ്റ് ഓഫ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഡിഗ്രി. അതായത് നമ്മൾ ഇപ്പോൾ ഡിനോമിനേറ്റർ പോളിനോമിയൽ എക്സാമ്പിളായിട്ട് ഇങ്ങനെ എടുക്കുക. s⁴ + 3s³ + 4s² + 3s + 1. അപ്പോൾ ഇതാണ് എൻ്റെ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്തെങ്കിലും ആയിക്കോട്ടെ, s+1. അപ്പോൾ എന്താണ്? s³ + 1. അപ്പോൾ ഈ ന്യൂമറേറ്ററിൽ എന്താ കണ്ടീഷൻ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒരു മിസ്സിംഗ് ടേമും ഉണ്ടാവാൻ പാടില്ല. അതായത് ഹയർ ഓർഡർ എത്ര? 4. ഇതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി 4 ആണ്. ഇതിൻ്റെ ലോവസ്റ്റ് ഡിഗ്രി എത്രയാണ്? 0 ആണ്. അപ്പോൾ ഈ 4 തൊട്ട് 0 വരെയുള്ള എല്ലാ ടേംസിൻ്റെയും പവർ വരുന്ന ടേംസ് നമ്മുടെ ഡിനോമിനേറ്ററിൽ ഉണ്ടായിരിക്കണം. അതായത് s⁴ ഉണ്ടാവണം, s⁵ ഉണ്ടാവണം, s⁵ ഉണ്ടാവണം, s⁴ ഉണ്ടാവണം, s⁵, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേമും ഉണ്ടായിരിക്കണം. ഒരു ടേമും എന്ത് ചെയ്യാൻ പാടില്ല? മിസ് ചെയ്യാൻ പാടില്ല. അഥവാ മിസ് ചെയ്യണമെങ്കിൽ തന്നെ നോ മിസ്സിങ് ടേംസ്. ഡിനോമിനേറ്ററിൽ നോ മിസ്സിങ് ടേംസ്. അഥവാ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ
ഒരുമിച്ച് ഈവൻ ടേംസ് എല്ലാം കൂടെ മിസ്സാവണം, അല്ലെങ്കിൽ ഒരുമിച്ച് ഓഡ് ടേംസ് എല്ലാം കൂടെ മിസ്സാവണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ എക്സാമ്പിളിനകത്ത് ഞാൻ ഡി ഓഫ് എസിനെ ഇങ്ങനെ എഴുതാം. എസ് ക്യൂബ് പ്ലസ് 1 ഡിനോമിനേറ്റർ ആണെങ്കിൽ 3s³ പ്ലസ് 3s. ഇതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. ഡിനോമിനേറ്ററിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഇതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. കാരണം എന്താണ്, ഇതിനകത്ത് മിസ് ചെയ്തിരിക്കുന്നത് 4, 2, 0. ഈ 3 ഈവൻ ടേംസും ഒരുമിച്ച് മിസ്സായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മിസ്സാവാം. ഓഡ് പവേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്, 3ഉം 1ഉം. 1 കഴിഞ്ഞാൽ 3 അതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഈവൻ ടേംസിൽ ഒരെണ്ണമായിട്ടല്ല വന്നിരിക്കുന്നത്, 3ഉം മിസ്സായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മിസ്സാവാം. അതാണ് ഡിനോമിനേറ്ററിൽ നോ മിസ്സിങ് ടേംസ് ആണ്. മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈവൻ ഓൾ ഈവൻ ഓർ ഓൾ ഓഡ് ടേംസ് ഷുഡ് ബി മിസ്സിങ്. ഓൾ ഓഡ് ഓർ ഓൾ ഈവൻ എന്തായിരിക്കണം, മിസ്സിങ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് അടുത്ത 4th കണ്ടീഷൻ. സിമ്പിളാണിത്. അടുത്ത ലാസ്റ്റ് 5th കണ്ടീഷൻ ഒരു 8 പോയിൻറ്റ്സ് ഉണ്ട്. 5th കണ്ടീഷൻ ഇതാണ്. ദ പോളിനോമിയൽ n of s must have terms missing between the terms of lowest and highest degree and sum of the coefficients may be negative. ഇനി ന്യൂമറേറ്റർ പോളിനോമിയലിനെ കുറിച്ച് പറയുകയാണ്. ന്യൂമറേറ്ററിൽ n of s. അപ്പോൾ n of sൻ്റെ കണ്ടീഷൻ എന്താണ്, ദ പോളിനോമിയൽ n of s മേ ഹാവ് മിസ്സിംഗ് ടേംസ് ബിറ്റ്വീൻ ദി ടേംസ് ഓഫ് ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ഡിഗ്രി ആൻഡ് സം ഓഫ് ദ കോഎഫിഷ്യൻസ് മേ ബി നെഗറ്റീവ്. ഈ n of sൽ കുറച്ച് മിസ്സിംഗ് ടേംസ് ഉണ്ടാവാം ഇല്ലേ. n of sൽ ന്യൂമറേറ്ററിൽ മിസ്സിംഗ് ടേംസ് ഉണ്ടാവാം, ഡിനോമിനേറ്ററിൽ മിസ്സിംഗ് ടേംസ് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ തന്നെ ഒന്നുകിൽ ഈവൻ ഒരുമിച്ച് മിസ്സാവണം, അല്ലെങ്കിൽ ഓഡ് ഒരുമിച്ച് മിസ്സാവണം. ഈ ന്യൂമറേറ്ററിൽ പിന്നൊരു കണ്ടീഷനോടുണ്ട്, കോഎഫിഷ്യൻസ് എന്തും ആവാം, നെഗറ്റീവും ആവാം. മനസ്സിലായോ? ഇപ്പോൾ s³ മൈനസ് 2s² പ്ലസ് 1 അപ്പോൾ ഈ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കോഎഫിഷ്യൻറ്റും വരാം. അപ്പോൾ അതാണ് 5th കണ്ടീഷൻ. ഇനി 6th കണ്ടീഷൻ എന്താണ്, the degree of n of s may be as small as 0 independent of the degree of denominator. ഇപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ത് വേണമെങ്കിലും ആവാം, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ. ഇപ്പം s+1/s³ പ്ലസ് 3s² പ്ലസ് 2s പ്ലസ് 1 ഇതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എത്രയാണ്, 1. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി എത്രയാണ്, 3. ഹയസ്റ്റ് കോഎഫിഷ്യൻ്റ് ഡിഗ്രി ആയിട്ട് വരുന്നത് അല്ലേ, s³ ആണ്. അപ്പോൾ 3, ഇവിടെ 1 ആണ്. ഈ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, 0 വരെ ആവാം. 1 ഇതിപ്പോൾ s+1 വന്നുകൊണ്ട് 1 ആയി ഡിഗ്രി. ഈ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ എന്തോ ആയിക്കോട്ടെ, ഈ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ എന്ത് വേണമെങ്കിലും ആവാം. അതാണ് നെക്സ്റ്റ് കണ്ടീഷൻ. ദ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ n of sൻ്റെ ഡിഗ്രി എന്താവാം, 0 ആവാം, ഇൻഡിപെൻഡൻ്റ് ഓഫ് ഡിനോമിനേറ്റർ. ഡി ഓഫ് എസ് ഡിനോമിനേറ്ററിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് 6th ക്രൈറ്റീരിയ. ഇതുപോലെ അങ്ങ് പഠിച്ചു പോവുക. 7th വൺ 4 കറണ്ട് ആൻഡ് വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇപ്പോൾ കറണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്കറിയാം G21 of s. അതുപോലെ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ α21 of s. കറണ്ടും വോൾട്ടേജുമായിട്ടുള്ള കുറച്ച് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് നമുക്കറിയാം. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്, ദ മാക്സിമം ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഈസ് ദി ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ ഈ 2 ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഈസ് ദി ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയും മാക്സിമം ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഈസ് ദി ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ. ഇപ്പോൾ ഇവിടെ s³ വന്നു കഴിഞ്ഞാൽ ഇവിടെ s³ തന്നെ വരണം, ഇവിടെ s² വന്നു കഴിഞ്ഞാൽ ഇവിടെ s² തന്നെ വരണം. ന്യൂമറേറ്ററിൻ്റെ മാക്സിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ മാക്സിമം ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും വോൾട്ടേജും കറണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. ലാസ്റ്റ് വൺ ഇസ് ഫോർ ദി ട്രാൻസ്ഫർ ഇംപിഡൻസ് ആൻഡ് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഇംപിഡൻസും ട്രാൻസ്ഫർ അഡ്മിറ്റൻസും ഫംഗ്ഷനാണ്. Z12 Z21 അങ്ങനെ Y12 Y21 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദി മാക്സിമം ഡിഗ്രി ഓഫ് n of s ഈസ് ദി ഡിഗ്രി ഓഫ് d of s പ്ലസ് 1.
അപ്പോൾ ഈ രീതിയിലാണ് ട്രാൻസ്ഫർ ഫംഗ്ഷനുകൾ വരുന്നതെന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ട്രാൻസ്ഫർ ഇമ്പിഡൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയിൽ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയേക്കാൾ 1 കൂടുതലായിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ്, ഇത് ജനറലായിട്ട് നമ്മൾ പറയുന്നതാണ്, ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പോളിനോമിയൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ഇതുപോലെ ഇമ്പിഡൻസ് ഫംഗ്ഷനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ മറ്റതിന്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് മോഡൽ ക്വസ്റ്റ്യൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.